ആലപ്പുഴ ജിംഖാന തല്ലുമാലയ്ക്ക് ശേഷം ഖാലിദ് റഹ്മാൻ ഒരുക്കിയ ചിത്രമാണ്. തല്ലുമാലയിൽ തുടങ്ങിയ അടി ഈ സിനിമയിലും ആവർത്തിച്ചിട്ടുണ്ട് ഖാലിദ് റഹ്മാൻ. തല്ലുമാലയിൽ തെരുവിലെ അടിയാണെങ്കിൽ ജിംഖാനയിൽ ബോക്സിംഗ് റിങ്ങിലെ ഇടികളാണ്. ചിത്രം ആകെ എൻഗേജ്ഡ് ആണ്. ഒരിടത്തു പോലും ബോറടിപ്പിക്കില്ല. രസച്ചരടുകൾ പൊട്ടിക്കാതെ ഇടികളിൽ നിന്ന് ഇടികളിലേക്ക് സഞ്ചരിക്കുന്ന ചിത്രമാണ് ആലപ്പുഴ ജിംഖാന എന്ന് തന്നെ പറയാം. ഇതിന്റെ തിരക്കഥാ വിഭാഗവും ഇത്തവണ കൈകാര്യം ചെയ്തിരിക്കുന്നത് ഖാലിദ് റഹ്മാൻ തന്നെയാണ്. തല്ലുമാലയുടെ ഋതം അതിൻ്റെ തിരക്കഥയും എഡിറ്റിങ്ങുമായിരുന്നല്ലോ. മുഹസിൻ ബരാരിയും അഷ്റഫ് ഹംസയും ചേർന്നായിരുന്നു തല്ലുമാലയുടെ തിരക്കഥ ഒരുക്കിയത്. മരിച്ചുപോയ നിഷാദ് യൂസഫിന് സംസ്ഥാന അവാർഡ് കിട്ടിയ എഡിറ്റിംഗ് ആയിരുന്നു ആ സിനിമയുടെ ഏറ്റവും വലിയ സവിശേഷത. ആ രീതിയിൽ തീർത്തും വ്യത്യസ്തമായ മലയാള സിനിമ അന്നുവരെ കാണാത്ത സിനിമാ അനുഭവമായിരുന്നു തല്ലുമാല. അതേസമയം ആലപ്പുഴ ജിംഖാനയിലേക്ക് വന്നപ്പോൾ ആ റിതം കാത്തു സൂക്ഷിക്കാൻ എഴുത്തുകാരനും സംവിധായകനുമായ ഖാലിദ് റഹ്മാന് കഴിഞ്ഞില്ല എന്നാണ് എനിക്ക് തോന്നിയത്. സ്വന്തമായി എഴുതി സംവിധാനം ചെയ്തപ്പോൾ വന്ന പ്രശ്നമായിരിക്കാം. ഈ സിനിമയിലും എഡിറ്റിംഗ് നിഷാദ് യൂസഫാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. അതായത് നസ്ലനും കൂട്ടരും ചേർന്ന് നന്നായി നമ്മളെ എൻഗേജ്ഡ് ചെയ്ത് കൊണ്ടുപോകും. പക്ഷേ ഒരു സിനിമ പ്രേക്ഷകൻ എന്നുള്ള നിലയിൽ ഇമോഷണലി നമ്മളെ എൻഗേജ്ഡ് ആക്കുന്നില്ല ആലപ്പുഴ ജിംഖാന. ജിംഖാനയുടെയും ബോക്സിങ്ങിൻ്റെയും ഒക്കെ കഥാപരിസരം സൃഷ്ടിച്ചതിൽ അല്പം കൃത്രിമത്വം ഉണ്ടോ എന്ന് എനിക്ക് തോന്നിപ്പോയി. രണ്ടാം പകുതി മുഴുവൻ ബോക്സിംഗ് പരിപാടികളാണ്. അതിലേക്ക് ഈ ബോക്സിംഗ് പരിപാടികളിലേക്ക് പ്രേക്ഷകനുമായി ഒരു കണക്ഷൻ കൊണ്ടുവരാൻ സിനിമയ്ക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ് എൻ്റെ സിനിമാനുഭവം. ഇടയ്ക്കിടയ്ക്ക് ഇടികൾ വരുന്നുണ്ട്, ആവേശം കൊണ്ടുവരുന്നുണ്ട്, ബിൽഡപ്പ് കൊണ്ടുവരുന്നുണ്ട്, അതൊക്കെ ശരിയാണ്. പക്ഷേ എവിടെയോ എന്തൊക്കെയോ മുഴച്ചു നിൽക്കുന്നതായിട്ട് ഫീൽ ചെയ്യുന്നു. കാസ്റ്റിങ്ങിലേക്ക് വന്നാൽ നസ്ലനും ലുക്മാനും ഗണപതിയും സന്ദീപും ബേബി ജീനും ഫ്രാങ്കോയും ഒക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. തഗ്ഗുകളിലൂടെയും നസ്ലന് മാത്രം ചെയ്യാൻ കഴിയുന്ന ചില സ്വാഭാവിക കോമഡികളിലൂടെയൊക്കെ നസ്ലൻ കയ്യടി നേടുന്നുണ്ട്. പ്രേമലുവിൽ സ്റ്റോക്കിംഗ് അറിഞ്ഞുകൂടാത്ത നായകനാണെങ്കിൽ ഇതിൽ സ്റ്റോക്കിംഗ് നന്നായി അറിയാവുന്ന നായകനാണ് നസ്ലൻ്റെ ജോജോ. ലുക്മാനും ലുക്ക് വൈസും ആറ്റിറ്റ്യൂഡ് വൈസും അഭിനയം വൈസും ഗംഭീരമാക്കിയിട്ടുണ്ട്. ഗണപതിയും തൻ്റെ റോൾ ഭംഗിയാക്കിയിട്ടുണ്ട്. ഫാലിമയിലൊക്കെ തിളങ്ങിയ സന്ദീപ് പ്രദീപ്, അതായത് ബേസിൽ ജോസഫിൻ്റെ അനിയനായി ഫാലിമയിൽ തിളങ്ങിയ സന്ദീപ് പ്രദീപിൻ്റെ സ്ക്രീൻ പ്രസൻസും കോമഡി ടൈമിങ്ങും എടുത്തു പറയേണ്ട ഒരു കാര്യമാണെന്ന് പറയാം. വിഷ്ണു വിജയുടെയാണ് സംഗീതം, അത് മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. ജിംഷിദ് ഖാലിദിൻ്റെ ക്യാമറ ഇടി രസങ്ങളൊന്നും കളയാതെ ജിംഖാനയിലെ രസങ്ങൾ ഒപ്പിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇറങ്ങുന്ന എല്ലാ സിനിമകളുടെയും ഈ ഒരു പരാതിയാണല്ലോ ഇടിയും അടിയും പ്രോത്സാഹിപ്പിക്കുന്നു എന്നുള്ളതാണല്ലോ പൊതുവെയുള്ളൊരു പരാതി. എന്നാൽ ആലപ്പുഴ ജിംഖാനയിൽ ബോക്സിംഗ് റിങ്ങിലെയും അവസാനം അല്ലാതെയുമുള്ള ഇടികൾ ഉണ്ടെങ്കിലും അത് ടോക്സിക് ആകാതെ നോക്കാൻ സംവിധായകൻ ഖാലിദ് റഹ്മാന് കഴിഞ്ഞിട്ടുണ്ട്. അവസാനം ഒരു കറക്റ്റീവ് ഡയലോഗ് കൊണ്ട് അതിനെ കവറപ്പ് ചെയ്യാൻ എഴുത്തുകാരനും സംവിധായകനുമായിട്ടുള്ള ഖാലിദിന് കഴിഞ്ഞു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതാണ് എനിക്ക് തോന്നിയ ആലപ്പുഴ ജിംഖാനയെ കുറിച്ചുള്ള അഭിപ്രായം. ഓരോരുത്തർക്കും ഓരോ തലത്തിലായിരിക്കും ഈ സിനിമ കാണാൻ കഴിയുക. അപ്പോഴും ഞാൻ വീണ്ടും പറയുന്നു, ഫൺ എൻഗേജ്ഡ് മൂഡിൽ കാണാൻ പറ്റിയ സിനിമ തന്നെയാണ് ജിംഖാന. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോരായ്മകൾ ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നിയത്. എല്ലാം പെർഫെക്റ്റ് ആയിട്ട് സിനിമ ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന ചോദ്യം ഉയർന്നു വരാം. അത് പക്ഷേ ഞാൻ പ്രേക്ഷകർക്ക്, ഈ സിനിമ കാണുന്ന പ്രേക്ഷകർക്ക് വിടുന്നു. ആലപ്പുഴ ജിംഖാന സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. നന്ദി, നമസ്കാരം.